ഹായ് ഹലോ എല്ലാവർക്കും അഗീസ് സ്റ്റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു മടി പിടിച്ചിരുന്ന ദിവസമാണ് കേട്ടോ. ഞങ്ങളിന്ന് വളരെ താമസിച്ചാണ് എണീറ്റത്. ഞങ്ങളൊരു 11-11:30 ആയിട്ടുണ്ടാവും കേട്ടോ ഉറക്കം. കാരണം എവിടെയും പ്രത്യേകിച്ച് പോകാനൊന്നുമില്ല. പിന്നെ അമ്മയില്ല, അമ്മ പർച്ചേസിന് പോയി, സീസണൊക്കെ ആകാനായല്ലോ. അച്ഛൻ അതുകൊണ്ട് തന്നെ രാവിലെ ഷോപ്പിലും പോയി കേട്ടോ. അപ്പോൾ അച്ഛന് രാവിലെ ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും പോയി കിടന്നുറങ്ങി. എന്നിട്ടായപ്പോൾ എണീറ്റ് വരുന്ന സീനാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ എണീറ്റിട്ടൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, അത് സ്കിപ്പ് ചെയ്തിട്ട് നമുക്കൊരു ബ്രഞ്ചായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉണ്ടാക്കാനുള്ള മടിയാണ്, ഞങ്ങൾ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മസാലയിൽ നിന്ന് ലഞ്ച് ഓർഡർ ചെയ്തു. എന്നിട്ട് അങ്ങനെ രാവിലെ കുത്തിയിരിക്കുകയാണ്. അല്ലുക്കുട്ടൻ രാവിലെ കളിയൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇലക്ഷൻ്റെതായതുകൊണ്ട് നമ്മൾ ടി വിയിൽ അതിൻ്റെ റിസൾട്ടൊക്കെ ഇങ്ങനെ വോട്ടെണ്ണന്നൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ആ പല്ലിക്കുട്ടനെ രാവിലെ വെറുതെ പട്ടിണിക്ക് ഇടണ്ടല്ലോ വിചാരിച്ച് അവനെ പല്ലൊക്കെ തേപ്പിച്ച് ഞാനും ഒക്കെ ഫ്രഷ് ആയിട്ട് അവനൊരു കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവനെ സെറ്റാക്കി കേട്ടോ. ഇനി ഫുഡൊക്കെ ഉച്ചയ്ക്ക് വന്നിട്ട് അത് കഴിക്കുക, എന്നാലും അവനതിന് മുന്നേ ആയിട്ടൊന്ന് ഫില്ലാക്കാമല്ലോ. അപ്പോൾ മടി പിടിച്ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇന്നലെ രാത്രി തൊട്ടേ മടിയായിരുന്നു. അപ്പം രാത്രിത്തെ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതിൽ നിന്നൊക്കെ അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ മടി എന്ന് പറഞ്ഞാൽ നമ്മൾ മടി പിടിച്ചിരിക്കുക എന്നല്ല, ആ മടീൻ്റെ റിസൾട്ടാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി സെറ്റാക്കിയൊക്കെ വെച്ച് അത് കഴിഞ്ഞിട്ട് ഇനി എന്താ പറയുക, ഫുഡൊക്കെ വരണമല്ലോ, നമുക്ക് വിശപ്പിൻ്റെയൊക്കെ വിളിയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഫ്രണ്ടിലൊക്കെ ചെന്നിങ്ങനെ ഫുഡ് വരുന്നത് നോക്കിയിരിക്കുകയാണ് കേട്ടോ. കാരണം ഒരു മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ നമ്മൾ ഓർഡർ ചെയ്താൽ ഫുഡ് കൊണ്ടുവരാൻ. പിന്നെ ഉച്ചയാവണമല്ലോ, 12 മണിയൊക്കെ ആയാലല്ലേ ചോറ് കൊടുത്തു തുടങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ തുടങ്ങാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഏട്ടനും ക്ഷീണിച്ചാകെ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ നോക്കിയിരുന്ന് നമ്മുടെ ഡെലിവറി ബോയ് വന്നു. നമ്മൾ ഫുഡ് ഓർന്നാണ് കേട്ടോ ഫുഡ് ഓർഡർ ചെയ്യാറ്. കുഴപ്പമില്ലാത്ത ഡെലിവറി ചാർജും പിന്നെ പെട്ടെന്ന് കൊണ്ടുത്തരും, നമ്മൾ അറിയുന്നവരൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ ഫുഡ് വന്നു. ഏട്ടന് ഞങ്ങൾ ചട്ടിച്ചോറാണ് പറഞ്ഞത്. പോയി കഴിക്കുന്നതാണ് രസമെങ്കിലും പോകാനുള്ള മടി കൊണ്ടും ഡ്രസ്സ് മാറ്റാനുള്ള മടിയാണ് കേട്ടോ മെയിനായിട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തു. പിന്നെ ഞാൻ മീൽസാണ് പറഞ്ഞത്. മീൽസാണ് പറഞ്ഞെങ്കിലും നമുക്കറിയാമല്ലോ മസാലയിൽ നിന്ന് ഇഷ്ടം പോലെ കറികളുണ്ടാവും. പിന്നെ ഏട്ടൻ്റെ നിന്ന് നമ്മളെ ചിക്കനും അതും ഇതുമൊക്കെ എടുത്തു. കാരണം ചട്ടിച്ചോറിനകത്ത് നമുക്ക് ചിക്കന്, ബീഫ്, മുട്ട, പ്രോൺസ്, കൂന്തൽ അങ്ങനെ എല്ലാം ഉണ്ടാവുമല്ലോ. അങ്ങനെ അതൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു. നമ്മൾ അടിപൊളി പായസം ഉണ്ടായിരുന്നു കേട്ടോ, പാലട പായസമായിരുന്നു. അപ്പോൾ അതൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ ചോറിൻ്റെ പല്ലിക്കുട്ടനും വന്നിരുന്നു, അവനും ചോറൊക്കെ കൊടുത്തു. അങ്ങനെ അടിപൊളിയായിട്ട് വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ്. നല്ല സൂപ്പർ മീൻകറിയും സാമ്പാറും തേങ്ങ അരച്ച മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുളകിട്ട മീൻകറി എല്ലാം കൂടെ ആയിട്ട് തീരുന്നില്ല. അപ്പോൾ മുളകിട്ട മീൻകറി ഞങ്ങൾ എടുത്ത് വെച്ചിട്ട് ഇനിയിപ്പം രാത്രിത്തേക്ക് എന്തെങ്കിലും ആക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എടുക്കാൻ വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ബാക്കിയെല്ലാം ഞങ്ങൾ കഷ്ടപ്പെട്ട് എല്ലാം ഫിനിഷ് ചെയ്തിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അല്ലുകുട്ടൻ പിന്നെ അവൻ കളിയിലൊക്കെ തുടങ്ങിയിട്ട് അവനിപ്പോൾ കുറച്ച് ഫ്ലാഷ് കാർഡ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. കളിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ മെയിനായിട്ട് അതിലാണ് കേട്ടോ കളിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അച്ഛനും മോനും കൂടെ കളിക്കുകയാണ്. ഏട്ടൻ അങ്ങനെ റിസൾട്ടൊക്കെ നോക്കി കിടക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, അപ്പോൾ അവരൊക്കെ ആ ഒരു കളിയും കാര്യങ്ങളൊക്കെ ഇട്ട് നടക്കുമ്പോൾ ഞാൻ ബാക്കി പരിപാടികളിൽ പോയിട്ട് അപ്പോൾ പെട്ടെന്നൊരു മഴ പെയ്തു. അപ്പോൾ മഴ പെയ്തപ്പം ഇത് മടിയുടെ വേറൊരു റിസൾട്ടാണ് കേട്ടോ. ഇന്നലെ അലക്കിയിട്ട തുണിയാണ്, അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അതൊക്കെ എടുത്ത് വയ്ക്കുക വെച്ച് ഇനിയും കിടന്ന് നനഞ്ഞു പോകണ്ടല്ലോ. കാരണം ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇനി അലക്കാനൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ അതൊക്കെ പെറുക്കിയെടുത്തു. എനിക്ക് ഇഷ്ടമില്ലാത്ത പണിയാണ് ഈ തുണി അലക്കിയതൊക്കെ എടുത്തുകൊണ്ട് പോവുക, മടക്കി വയ്ക്കുക, പാത്രം കഴുകുക. ഇതൊക്കെ എനിക്ക് ഭയങ്കര മടിയുള്ള പണിയാണ് കേട്ടോ. എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാനും ഇതൊക്കെ തന്നെയായിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ എടുത്തുകൊണ്ട് പോയി ഇനി ഇതൊക്കെ മടക്കി വെക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അങ്ങനെ എൻ്റെ പണികളൊക്കെ അവിടെ നടക്കുമ്പോൾ അല്ലുക്കുട്ടനും ഏട്ടനും കൂടെ ഭയങ്കര കളിയിലാണ് കേട്ടോ. ഏട്ടൻ വന്നേ പിന്നെ അല്ലുക്കുട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവന് കൂടെ കളിക്കാനും അവൻ ബോറടിക്കുന്നില്ല. മറ്റേ എന്നെ മാത്രമല്ലേ കാണുന്നുള്ളൂ. ഈ വീട്ടിനകത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഭയങ്കര ബോറടിയൊക്കെ ആയിരുന്നു. ഇപ്പം അവൻ എപ്പോഴും കൂടെ കളിക്കാനും ആളുണ്ട്, വർത്തമാനം പറയാനും ആളുണ്ട്. അങ്ങനെ അവർ രണ്ടും കൂടെ കളിച്ചോളും. അപ്പോൾ പിന്നെ എനിക്ക് അവൻ്റെ കാര്യം വലുതായിട്ട് നോക്കാനും ഇല്ല. പിന്നെ ഈ ഷീറ്റൊക്കെ മടക്കി വയ്ക്കുന്നത് വെറുതെയാണ്. അവൻ ബെഡിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എടുത്തിടുക ഈ ബെഡ്ഷീറ്റ് ആയിരിക്കും കേട്ടോ. കാരണം അവൻ എപ്പോഴും പുതപ്പ് വേണം, കളിക്കാനായാലും ഉറങ്ങാനായാലും. ചൂടാണെങ്കിലും അവൻ പുതച്ചിട്ടാണ് കേട്ടോ കിടക്കുക. അപ്പോൾ നിങ്ങളുടെ മക്കളും ഇങ്ങനെ കാണോ, അങ്ങനെ ചൂടത്തും പുതച്ച് കിടന്നുറങ്ങുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വെച്ച് എന്തെങ്കിലും കുറച്ച് നേരം കളിക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കാർഡ്സ് കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് ഞങ്ങൾ പൈസ വെച്ചിട്ടൊന്നുമല്ല കളിക്കുന്നത്, നേരത്തെ ക്വസ്റ്റ്യൻ പറയുകയാണ്. അപ്പോൾ ആരും ഇത് വീട്ടിൽ അനുകരിക്കുന്നത് വേണ്ട കേട്ടോ. ഞങ്ങൾ പൈസ വെച്ചിട്ടൊന്നല്ല കളിക്കുന്നത്, വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റിന് മാത്രം കേട്ടോ. അപ്പോൾ റമ്മ കളിക്കുകയാണ്. അപ്പം ഞാൻ ജയിച്ചിട്ടാണ്.
ഞങ്ങൾ രണ്ടുകൂടെ കളിക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക കോമ്പറ്റീഷനാണേ. അപ്പോൾ കൂടുതൽ ഞാൻ തന്നെയാണ് ജയിക്കാറ്. അപ്പോൾ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഡെലിവറി വന്നു കേട്ടോ. അപ്പോൾ ഞാനത് വാങ്ങാൻ വേണ്ടിയിട്ട് താഴെ പോയി. അപ്പോൾ ഇതെന്താണ് സംഭവം എന്നും ഇതെങ്ങനെ എനിക്ക് കിട്ടിയെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ഇട്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാനത് പോസ്റ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയൊരു സമ്മാനമാണ് ഇട്ടത്. അപ്പോൾ ഇതെന്താണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ ഷീറ്റ് ഒക്കെ എടുത്തിട്ട് ഷീറ്റൊക്കെ മാറ്റി. അപ്പോൾ അതൊക്കെ കൊണ്ട് അലക്കിയിടാൻ വിചാരിച്ചു. കാരണം ഇനിയും കൂട്ടിയിട്ടാൽ കൂടി വരുള്ളൂ, വൻ പണിയാവും. പിന്നെ മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് ഉണക്കിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. നമുക്ക് ബാക്കിൽ ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ അലക്കിയിടാം, പക്ഷേ ചൂടവും വെയിലൊക്കെ വേണമല്ലോ അതൊക്കെ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിചാരിച്ചു പിന്നെ ആ കമ്പിളി ആകുമ്പോൾ ഉണങ്ങണേ കുറച്ച്, ഇപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് 1-2 ദിവസമൊക്കെ എടുക്കും. അതുകൊണ്ട് പിന്നെ അതൊക്കെ അപ്പം തന്നെ അങ്ങ് അലക്കിയിടാന്ന് വെച്ചു. പിന്നെ ഞാൻ മറന്നു പോകും, അതാണ് മെയിനായിട്ടുള്ള കാരണം. അപ്പോൾ ഞാനിത് അലക്കിയിടുന്ന സമയത്ത് ഏട്ടൻ ബെഡൊക്കെ വിരിച്ച് പില്ലോ കവറൊക്കെ ഇട്ട് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അല്ലുക്കുട്ടനും വരുന്നുണ്ട് കച്ചറയാക്കാൻ വേണ്ടിയിട്ട്. അവന് ബെഡിൽ കയറിയിട്ട് ഷീറ്റ് എടുക്കാൻ പോയപ്പോൾ എടുക്കേണ്ട പറഞ്ഞു കേട്ടോ. അതിനാണ് ഈ കരയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടിച്ചൊക്കെ വാരി വൃത്തിയാക്കി. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാനുണ്ട് കേട്ടോ വൈകുന്നേരം. അപ്പോൾ ഇലക്ഷൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന വെച്ചാൽ ഞങ്ങൾ ഇത്തിരി താമസിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം ഇനി എൻ്റെ സന്തോഷ പ്രകടനങ്ങളോ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്നും കുടുങ്ങിപ്പോകേണ്ട വിചാരിച്ചു. അത്യാവശ്യം താമസിച്ച് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഒരാളുണ്ട് അടുക്കളയിൽ ഐസ്ക്രീം കട്ട് തിന്നുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കണ്ടതുകൊണ്ട് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അല്ലുക്കുട്ടൻ വരുന്നുണ്ട് അതിന് ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ അല്ലുക്കുട്ടനും കൊടുത്ത് കള്ളത്തരം കണ്ടുപിടിച്ചുകൊണ്ട് എനിക്കും തന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. ക്യാമറീൻ്റെതാണ് കേട്ടോ, റെഡ് വെൽവെറ്റ് ഫ്ലേവർ, അടിപൊളി ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് ഞങ്ങളിതാ കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിൽ പോവാണ്. അപ്പോൾ ഒരു തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒഴിഞ്ഞ ഇടയ്ക്കായിരുന്നു. ഇലക്ഷനൊക്കെ ഉണ്ടാവും, റോഡിലൊക്കെ നിറയെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു വിളക്കൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ വിളക്ക് കത്തിക്കാമെന്ന് വെച്ച് നെയ്യൊക്കെ മേടിച്ച് ഞങ്ങളതൊക്കെ കത്തിച്ച് ഒക്കെ തൊഴുത് അധികം ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് തൊഴാനൊക്കെ പറ്റിയിട്ടോ. ഫ്രീ ആയിരുന്നു. മറ്റേ തിരക്കായി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് താഴോട്ട് പോകാമെന്ന് കേട്ടോ. അവിടെ താഴെ നമ്മുടെ കുളക്കടവില്ലേ, അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ആലും പറമ്പും പാടവും കുളമൊക്കെ ആയിട്ട് കുറേ ആയി കണ്ടിട്ട്. അപ്പം വെള്ളം നിറഞ്ഞൊക്കെ നാൾ വീഡിയോ ഒക്കെ കണ്ടിരുന്നു, അതൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ എന്താ പറയുക, ഇപ്പം അധികം മഴയില്ലാത്തതുണ്ടാവും, വെള്ളമൊന്നും അധികം ഇല്ല. മറ്റേ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നൊക്കെ കാണാമായിരുന്നു. ഇപ്പം അധികമൊന്നുമില്ല. പാലത്തിലൊക്കെ നിറയെ വെള്ളം വരലൊക്കെ ഉണ്ട് കേട്ടോ, നല്ല മഴയൊക്കെ പെയ്താൽ. അപ്പോൾ അതൊക്കെ നോക്കാൻ പോയി. അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന സുഖം അങ്ങോട്ട് തിരിച്ച് കയറാനുണ്ടാവില്ല കേട്ടോ. അപ്പോൾ കുറേ നേരം അവിടെയൊക്കെ നിന്ന് ആ ഒരു എന്താ പറയുക അസ്തമയം പോലെയൊക്കെ ഇങ്ങനെ കണ്ട്, അസ്തമയം എന്നല്ല അതൊക്കെ കണ്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അമ്മ തീരെ ഇങ്ങോട്ട് വരില്ല കേട്ടോ. കാരണം ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി കയറാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പേട്ടനും ഇങ്ങനെ കയറാനൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ പോന്നു കേട്ടോ. അങ്ങനെ ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് ഇറങ്ങി. പക്ഷെ തിരിച്ച് ഞങ്ങൾ വലിഞ്ഞാണ് കേട്ടോ കയറണം. ഒന്നാമത് ഈ അല്ലൂനെ എടുത്തുകൊണ്ട് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ വല്ല വിധേനയും വലിഞ്ഞ് കയറി ഇവിടെ എത്തി. ഞങ്ങൾ കിഴക്കേ നടയിൽ വണ്ടി ഇട്ടതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല കേട്ടോ നടന്നിട്ട്. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ അങ്ങാടിപ്പുറത്ത് കസാമയെ കയറിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ബേക്കറിയൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സ്നാക്സ് എന്തെങ്കിലും ചായക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ നമ്മുടെ ചപ്പാത്തി കമ്പനീൻ്റെ അവിടെ വന്നിട്ട് പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാഫ് ബോയിൽ ചപ്പാത്തിയും ഒക്കെ മേടിച്ചു, ഫ്രൂട്ട്സൊക്കെ മേടിച്ച് ഇതാ തിരിച്ച് പോരുകയാണ് കേട്ടോ. കാരണം എന്താ രാത്രിത്തേക്ക് പൊറോട്ടയോ ചപ്പാത്തി എന്തെങ്കിലും ആക്കിയിട്ട് മീനുണ്ട്, അപ്പോൾ അത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇതാ വീട്ടിലെത്തുമ്പം സന്ധ്യേൻ്റെ വിളക്കൊക്കെ വെച്ച് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ കയറിപ്പോന്നു. അപ്പോൾ അലക്കിയിട്ട തുണീൻ്റെ കാര്യം മറന്നുപോയി ആസ് യൂഷ്വൽ. അപ്പോൾ തിരിച്ച് വന്നിട്ട് ആദ്യം തന്നെ അതെടുത്ത് ഇടുകയാണ് കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെയും അത് മറന്നുപോകും. അങ്ങനെ അതൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ട് ഇനി ഒരുപാട് പണികളുണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അതിന് മുന്നേ ഒരു ചായ ഇട്ടുതരാണ്. അപ്പോൾ അല്ലുക്കുട്ടന് ഞാൻ ഹോർലിക്സിന് വേണ്ടിയിട്ട് പാല് തിളപ്പിക്കാൻ വെച്ച് ഏട്ടന് വേണ്ടിയിട്ട് ചായക്കും വെച്ചു കേട്ടോ. ഇനി ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ണിയപ്പവും പിന്നെ ഈ ഒരു സാൻഡ്വിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സാൻഡ്വിച്ച് ഒരു വസ്തുവിനും കൊള്ളൂലായിരുന്നേ. കുറേ എന്തൊക്കെയോ കറിയൊക്കെ ബ്രെഡിനകത്ത് കുത്തി നിറച്ച് വെച്ച പോലെ ഉണ്ടായിരുന്നു, ഒരു വൈകിക്കും കൊള്ളൂലായിരുന്നു. പിന്നെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതൊക്കെ കൂട്ടിയിട്ട് അവർ കഴിച്ചിട്ടോ. ഞാൻ പിന്നെ ചായ ഒന്നും കുടിക്കാത്തതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. ഇടയ്ക്ക് എപ്പോഴേലും തോന്നിയാലൊക്കെ ഒരു ചായ കേട്ടോ കുടിക്കാം. പിന്നെ എന്തായാലും കുടിച്ചിട്ടില്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഇനിയുണ്ട് അടുത്ത എന്താ പറയുക ഒരു സെക്കൻഡ് ഹാഫ് പോലെ പണികൾ തുടങ്ങുകയാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു മീൻകറികളതൊക്കെ ഏട്ടൻ അരിഞ്ഞു തരാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ എടുത്തു കൊടുത്ത് ഏട്ടൻ അത് അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ.
ഭയങ്കര സ്ലോ ആണെങ്കിൽ ഏട്ടനൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് തരും കേട്ടോ. അതുപോലെ നല്ല ഹെൽപ്പൊക്കെ ചെയ്യും. അമ്മ കണ്ട ചീത്ത പറയും ഏട്ടനെ കൊണ്ട് എന്തെങ്കിലും പണിയൊക്കെ എടുപ്പിച്ചെന്ന് പറഞ്ഞാൽ. പക്ഷെ നമുക്ക് അമ്മയില്ലാത്തത് കൊണ്ട് മുതലെടുക്കാമല്ലോ. അങ്ങനെ ഏട്ടൻ അതൊക്കെ അവിടെ നിന്ന് കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് എനിക്ക് വീണ്ടും പാത്രം ഉണ്ട് കേട്ടോ കഴുകാൻ. ഈ പാത്രം എങ്ങനെ നിറയുന്നത് എനിക്കറിയില്ല കേട്ടോ. ഈ സിങ്ക് ഒഴിഞ്ഞിടക്കുന്ന സമയമേ ഇല്ല. അക്ഷയ പാത്രം പോലെ എപ്പോഴും നിറഞ്ഞിട്ടാണ് കേട്ടോ. ഇതൊക്കെ എവിടെ നിന്ന് വന്നതാണെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ അതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി. ഏട്ടൻ അരിഞ്ഞൊക്കെ കഴിഞ്ഞപ്പോൾ അതുമൊക്കെ കഴുകി വൃത്തിയാക്കി സിങ്കൊക്കെ കഴുകി തുടച്ചിട്ടു. ഒന്നൊന്നായിട്ട് വീണാൽ അത് വേഗം കഴുകിക്കോളൂ കേട്ടോ. അങ്ങനെ 1-2 അവിടെ കിടന്നാൽ പിന്നെ എൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് അതങ്ങോട്ട് നിറയും. അപ്പോൾ ആ സമയത്ത് അല്ലുക്കുട്ടൻ TV കണ്ട് കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ. സുഖം ഉറക്കമാണ്. പക്ഷെ അവൻ ഈ ഒരു സന്ധ്യയ്ക്ക് ഉറങ്ങിയാൽ രാത്രി എണീറ്റ് വരും. പിന്നെ ഫുഡും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ ഏട്ടനോട് ഞാൻ പറഞ്ഞു, അല്ലുവിനെ പോയി ഉണർത്തിക്കോ, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വിശന്നിട്ട് പിന്നെ രാത്രി എണീറ്റ് വന്നാൽ പിന്നെ തീരെ ഉറങ്ങാനാവില്ലായിരുന്നു. എന്നിട്ട് ഞാൻ നമ്മുടെ മീൻകറിയുടെ പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ഏട്ടൻ പോയിട്ട് അല്ലിക്കുട്ടനെ ഉണർത്താൻ പോയി. അപ്പോൾ എൻ്റെ മീൻകറിയുടെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് തന്നെ ഞാനിനി പ്രത്യേകിച്ച് അത് പറഞ്ഞ് വെറുപ്പിക്കണില്ല. അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ മുളകിട്ട് തന്നെയാണ് വയ്ക്കുന്നത്. അങ്ങനെ ഇതായി കുറച്ച് ടോയ്സൊക്കെ എടുത്ത് കൊടുത്തപ്പം അല്ലിക്കുട്ടൻ പതുക്കെ ഉണർന്ന് എണീറ്റ് വന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, എന്നിട്ട് അവർ രണ്ടും കൂടെ ഇരുന്ന് കളിക്കുകയാണ്. ഉണർന്നു. അപ്പോൾ ഏട്ടന് ഉപ്പിട്ടൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ടാ. അപ്പോൾ ഞാൻ പിന്നെ അത് ഉണ്ടാക്കുകയാണ്. ഭയങ്കര ദാഹവും ചൂടുമൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കും. അപ്പം ഇങ്ങനെ ഒരു ക്ഷീണത്തിനൊക്കെ ഉപ്പിട്ട വെള്ളം കുടിക്കുന്നത് നല്ലതാണല്ലോ. അങ്ങനെ ഉപ്പിട്ട് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി ഞാൻ ഏട്ടനോട് കൊടുക്കും. അപ്പോൾ അവരാണെങ്കിൽ എന്താ പറയുക, അല്ലുക്കുട്ടൻ ഉറങ്ങിയിട്ട് കുറച്ച് നേരം കരച്ചിലായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കരച്ചിൽ മാറ്റാനായിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് ഏട്ടൻ. അങ്ങനെ ടോർച്ചൊക്കെ കൊടുത്തപ്പം ആശാൻ ഒന്ന് ഒതുങ്ങിയിട്ടോ. പിന്നെ അതൊക്കെ വെച്ച് കളിച്ചു. ടോർച്ച് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കണ്ണിലടിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. എന്നാലും ഇന്നിപ്പം ഒന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടി കൊടുത്തു. പക്ഷേ ഈ ഉറങ്ങി എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഞങ്ങളുടെ രാത്രിത്തെ എന്തെങ്ങനെ ആവുമെന്ന്. കാരണം രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. കാരണം ഈ ഒരു 10-15 മിനിറ്റ് അവൻ ഉറങ്ങിയപ്പോഴേക്കും എന്താ പറയുക, അവൻ്റെ ക്ഷീണമൊക്കെ അവൻ തീർത്ത്. കാരണം ഉച്ചയ്ക്കൊന്നും ഉറങ്ങിയില്ല. ഉച്ചയ്ക്ക് ഉറങ്ങുകയാണെങ്കിൽ പിന്നെ രാത്രി പ്രശ്നമില്ല. ഉച്ചയ്ക്ക് ഉറങ്ങാത്തത് കൊണ്ട് ഈ സന്ധ്യയ്ക്കൊരു ഉറക്കം വരും. അപ്പം ഞാനത് പിടിച്ച് നിർത്തി ഒരു 7-8 മണി വരെ നിർത്തിയിട്ട് കിടത്തുകയാണെങ്കിൽ പിന്നെ രാവിലെ നോക്കിയാൽ മതി, സുഖമാണ്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയില്ല, ഈ സന്ധ്യയ്ക്ക് ഉറങ്ങിയതുകൊണ്ട് നല്ല പണി കിട്ടിയിട്ടോ. പിന്നെ രാത്രി ഒരു 1-2 മണിയൊക്കെ കഴിഞ്ഞിട്ടോ ഉറങ്ങിയപ്പം. ഇന്നലെ അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ കളിക്കുകയാണ്. ഞാൻ എൻ്റെ മീൻ കറിയുടെ ബാക്കി മസാലകളും കാര്യങ്ങളൊക്കെ ഇട്ട് മീൻ കറി സെറ്റാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുറത്ത് നല്ല മഴയും പിന്നെ അല്ലുവിൻ്റെയും ഏട്ടൻ്റെയും കളിയുടെ ഒച്ചയൊക്കെ കൊണ്ട് ഇതിൽ അത്യാവശ്യം നോയ്സൊക്കെ ഉണ്ടാവും. ഒക്കെ ഒന്ന് ക്ഷമിച്ച് തരണം കേട്ടോ. കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുരുമുളക് നന്നായിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് കോര പോലത്തെ ഒരു മീനാണ് കേട്ടോ. കോരയല്ല, കോരയുടെ ഒരു കളർ ചേഞ്ച് എന്നൊക്കെ പോലത്തെ ഒരു മീൻ. കറി വെച്ചാൽ വലിയ സുഖമൊന്നും ഉണ്ടായില്ല. പൊരിച്ചാലായിരുന്നു അത് രസം. പക്ഷേ നമുക്ക് കറി വേണം, വേറെ മീനൊന്നും കിട്ടിയില്ല ട്രോളിങ് ആയതുകൊണ്ട്. അതുകൊണ്ട് പിന്നെ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഉച്ചത്തെ മീൻ കറി ഉണ്ടായിരുന്നു. അങ്ങനെ കറി ആയപ്പം ഞങ്ങൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. ഞാൻ കഴിച്ചില്ല, ഞാൻ രാത്രി അങ്ങനെയൊന്നും കഴിക്കാറില്ല. അല്ലുക്കുട്ടനും കൊടുത്ത് എന്താ പറയുക, ഏട്ടനും കഴിച്ചു. ഏട്ടനും വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനൊക്കെ എടുത്തു വെച്ചു. അച്ഛന് രാത്രിയാണ് വരിക. അമ്മ പിന്നെ വെളുപ്പിനാവും വരാൻ. അപ്പോൾ അച്ഛന് ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് ഞങ്ങൾ റൂമിൽ കയറി. ഉറങ്ങുമൊന്നുമില്ല, അവർ കുറച്ച് നേരമൊക്കെ അങ്ങനെ കളിച്ച് കിടന്നിട്ട് ഇനി എപ്പോഴാണ് ഉറങ്ങാമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ.